പ്രപഞ്ചത്തിലുള്ള സർവ്വ സൃഷ്ടികളും യഥാർത്ഥത്തിൽ സൃഷ്ടാവിനെ സംബന്ധിച്ച്, അവന്റെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ചും കഴിവിനെ സംബന്ധിച്ചാണ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നിരന്തരം സൃഷ്ടികളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സൂറത്തുൽ ഹാശിയയുടെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ആകാശ ലോകത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, അതേപോലെ തന്നെ നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, ഭൂമിയിലുള്ള സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, ഭൂമിയിലുള്ള ജീവജാലങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ. അതേ വീണ്ടും പരിശുദ്ധ ഖുർആൻ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തുൽ ഉലിൽ അൽബാബ്. തീർച്ചയായിട്ടും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും അതേപോലെ തന്നെ ഭൂമിയിലുള്ള പ്രതിഭാസങ്ങളിലെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നിരന്തരം നമ്മുടെ പ്രകൃതിയിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിലേക്ക് നിങ്ങൾ ഗൗരവത്തോടുകൂടെ പ്രകൃതിയെ നിരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രകൃതി വീണ്ടും ഖുർആനിലേക്കും ആ പ്രകൃതിയുടെ സൃഷ്ടാവിലേക്കായിട്ട് അള്ളാഹുവിലേക്കും നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പ്രപഞ്ചം നമ്മൾ പറയാറുണ്ട്, പ്രപഞ്ചം എന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ആർട്ട് ഗാലറിയാണ്. ഇപ്പൊ ഒരു ആർട്ട് ഗാലറി നിങ്ങൾ കണ്ടിറങ്ങുന്ന സന്ദർഭത്തിൽ അവിടെ കണ്ട ചിത്രങ്ങളെക്കാൾ നിങ്ങൾ മതിപ്പുളവാക്കുന്നത് അത് വരച്ച ചിത്രകാരനെ സംബന്ധിച്ചായിരിക്കും. അതേ രൂപത്തിൽ പ്രകൃതിയെ നിങ്ങൾ ഗൗരവത്തോടുകൂടെ സമീപിക്കുന്ന സന്ദർഭത്തിൽ, പ്രകൃതിയെ സംബന്ധിച്ച് നിങ്ങൾ ഗൗരവത്തോടുകൂടെ പഠിക്കുന്ന സന്ദർഭത്തിൽ അവസാനം അത്തരം സൃഷ്ടി പഠനങ്ങളിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്ന കൺക്ലൂഷൻ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക്. അല്ലാഹുവേ, ഇതെല്ലാം ദൈവമേ, ഇതെല്ലാം നീ വെറുതെ ബാത്തിലായിട്ട് വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ആ ഒരു കൺക്ലൂഷനിലേക്ക് അവസാനം സൃഷ്ടി പഠനം നിന്നെ കൊണ്ടെത്തിക്കുമെന്നുള്ള. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം സൃഷ്ടികളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അപ്പൊ കേവലം സൃഷ്ടിക്കുക മാത്രമല്ല, മറിച്ച് ആ സൃഷ്ടിച്ചതിനെ അതിമനോഹരമായിട്ടുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തിൽ സൃഷ്ടികൾ അവൻ ഡിസൈൻ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതിമനോഹരമായിട്ട് ആയത്തിലേക്ക് പ്രത്യേകമായിട്ട് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാൻ സൂറത്തുൽ ഗാഫിർ, പരിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്തുൽ ഗാഫിറിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നത്. അപ്പൊ നമുക്കറിയാം, കോടാനുകോടി ഗാലക്സികളുള്ള ലക്ഷക്കണക്കിന്, അതായത് നിരവധി ഗ്രഹങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെപ്പോലെ ജീവൻ അനുയോജ്യമായിട്ടുള്ള ഒരു ഇതര ഗ്രഹം നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ തികച്ചും ജീവൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ, എത്രത്തോളം വെച്ചാൽ സൗരയൂഥത്തിൽ ഭൂമിയുടെ സ്ഥാനം പോലും ഗോൾഡിലോക്ക് സോൺ എന്നറിയപ്പെടുന്ന ആ സ്ഥാനത്ത് ഭൂമിയെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. വാസയോഗ്യമായിട്ട് രൂപത്തിലുള്ള ഭൂമിയിലുള്ള സംവിധാനങ്ങളെല്ലാം അത് കേവല യാദൃച്ഛികതയുടെ ഫലമല്ല, മറിച്ച് അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്ക് ഭൂമിയെ അതേ രൂപത്തിൽ വാസയോഗ്യമാക്കി തന്നത്. ശേഷം വസ്സമാഅ ബിനാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് മേൽപ്പുരയാക്കി എന്നുള്ള. അപ്പൊ ഭൂമിയിൽ ജീവന് നിലനിൽക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ട് രൂപത്തിൽ ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അന്തരീക്ഷം നൽകി എന്നുള്ളതാണ്. നമുക്കറിയാം, ബഹിരാകാശ ലോകത്തുള്ള 10,000-കണക്കിന് ഉൽക്കകളാണ് ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വലിയൊരു ഉൽക്ക ഭൂമിയെ വന്നിടിച്ചാൽ ഭൂമി എന്നോ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറും. പക്ഷേ അതിമനോഹരമായിട്ടുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തരീക്ഷമാകുന്ന ആ ഒരു മേൽപ്പുരയിലൂടെ ഭൂമിയിലുള്ള ജീവനെ സംരക്ഷിച്ചിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തരീക്ഷത്തെ ഫിറാശൻ, വിരിപ്പെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. അത് എത്ര മനോഹരമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ നല്ല തണുപ്പുള്ള ഒരു ദിവസം നമ്മൾ ആ തണുപ്പിൽ നിന്ന് രക്ഷ തേടുന്നത് ബ്ലാങ്കറ്റ് ഉപയോഗിച്ചിട്ട്. അതേ രൂപത്തിൽ മനുഷ്യന് കൃത്യമായിട്ട് ഭൂമിയിൽ ജീവൻ അനുയോജ്യമായിട്ട് രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് അന്തരീക്ഷമാകുന്ന ഒരു മേൽപ്പുര നമുക്ക് വേണ്ടി സംവിധാനിച്ചു വന്നു. മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ വജഅൽന സമാഅ സഖഫൻ മഹ്ഫൂദ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് സംരക്ഷിതമായിട്ടൊരു മേൽപ്പുര നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസവ്വറക്കും ഫഅഹ്സന സുവറക്കും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രൂപപ്പെടുത്തി, അല്ലെങ്കിൽ ഭൂമിയിലുള്ള സർവ്വ സൃഷ്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തി. ഫഅഹ്സന സുവറക്കും, കേവലം സൃഷ്ടിക്കുക മാത്രമല്ല, മറിച്ച് ഏറ്റവും അഹ്സൻ, ഏറ്റവും മികച്ച രൂപത്തിൽ അവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡിസൈൻ ചെയ്യുകയും ചെയ്തു. ഫഅഹ്സന സുവറക്കും. സുവർ നമുക്കറിയാം, തസ്വീർ എന്നുള്ള പദം ഭാഷയിൽ ചിത്രത്തെ കുറിക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തിൽ സൃഷ്ടികളെ ഡിസൈൻ ചെയ്യപ്പെട്ടു. നമുക്കറിയാം, ദൈവാസ്ത്രത്തിനുള്ള ഒന്നാമത്തെ തെളിവായിട്ട് നമ്മൾ പറയാറുള്ളത് തന്നെ ഇന്റലിജന്റ് ഡിസൈൻ ആണ്. അതായത് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു ആസൂത്രണം, ബുദ്ധിപരമായിട്ടുള്ള ഡിസൈനിങ് ഓരോ സൃഷ്ടികൾക്ക് പിന്നിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കേവല യാദർച്ഛികതയല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപത്തിൽ അള്ളാഹുവാണ് അവയെ സംവിധാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അള്ളാഹുവിന്റെ ഒരു നാമം തന്നെ അൽ മുസവ്വിർ എന്നുള്ളതാണ്, രൂപകൽപ്പന നൽകുന്നവൻ. സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹുവല്ലാഹുൽ ഖാലിഖ് അൽ ബാരി അൽ മുസവ്വിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും അതേപോലെ തന്നെ രൂപകൽപ്പന നൽകുന്നവനാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല,
അല്ലദീ ഖലഖ ഫസവ്വ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, അതേപോലെ തന്നെ അവയെ രൂപകൽപ്പന നൽകുകയും ചെയ്തു, ഡിസൈൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ സൃഷ്ടികളിലുള്ള വൈവിധ്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സൃഷ്ടാവിനെ സംബന്ധിച്ചാണ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.